നമസ്കാരം, ഇത് ആയം മലയാളി. തമിഴ്നാട്ടുകാരനായ രാജശേഖരൻ എന്ന വ്യക്തി ഇന്നൊരു രാജ്യത്തിന്റെ ഉടമയാണ്. സ്വന്തമായി അദ്ദേഹം ഒരു ദ്വീപ് വാങ്ങിയിരിക്കുകയാണ്. സ്കൂളിന്റെ പടി പോലും ചവിട്ടാത്ത ഇദ്ദേഹം ഇന്ന് ഈ നിലയിലെത്തിയത് എങ്ങനെയാണ്? നിരവധി വിവാദങ്ങളുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഇദ്ദേഹത്തിന് പാദസേവ ചെയ്യാൻ ഇന്നും ഇത്രയധികം ആളുകൾ എത്തിയത് എങ്ങനെയാണ്? ഇപ്പോഴിതാ ഹിന്ദുക്കൾക്കായി ഒരു റിസർവ് ബാങ്ക് ആരംഭിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഈ ചോദ്യങ്ങളെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് സ്വാമി നിത്യാനന്ദ പരമഹംസയുടെ അടുത്താണ്. എങ്ങനെയാണ് രാജശേഖരൻ നിത്യാനന്ദ പരമഹംസയായി മാറിയത്? ആരാണ് സ്വാമി നിത്യാനന്ദ? തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയ്ക്കടുത്ത് കിഴക്കാച്ചിറപ്പാട്ട് എന്ന സ്ഥലത്ത് 1977 രാജശേഖരൻ എന്ന സ്വാമി നിത്യാനന്ദയുടെ ജനനം. ചെറുപ്പം മുതലേ ആത്മീയതയോടും സന്യാസത്തോടും താല്പര്യം കാണിച്ചിരുന്ന നിത്യാനന്ദ സ്കൂൾ ജീവിതം തിരഞ്ഞെടുക്കാതെ സന്യസിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് സന്യാസം സ്വീകരിക്കാനായി 1995 ചെന്നൈയിലെ രാമകൃഷ്ണ മഠത്തിലെത്തി. 10 വർഷത്തോളം അവിടെ പഠനം നടത്തിയാൽ മാത്രമേ സന്യാസം സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പഠനം ഉപേക്ഷിച്ച് അവിടെ നിന്ന് മടങ്ങി. പിന്നീട് നിരവധി ജോലികൾ ചെയ്ത് മുന്നോട്ടു പോയി. തുടർന്ന് 2005 നിത്യാനന്ദ ബാംഗ്ലൂരിലൊരു ധ്യാനപീഠം ആരംഭിച്ചു. അവിടെ നിന്നായിരുന്നു നിത്യാനന്ദയുടെ വളർച്ച ആരംഭിക്കുന്നത്. അവിടെ സ്വയം പ്രഖ്യാപിത ദൈവമായി അയാൾ അവരോധിക്കപ്പെട്ടു. പിന്നീട് തന്റെ ആശ്രമത്തിലേക്ക് നിരവധി സ്ത്രീകൾ എത്തിത്തുടങ്ങി. അങ്ങനെ ആശ്രമം ശ്രദ്ധേയമായി. സ്ത്രീകളെ മുൻനിർത്തി നിരവധി പേരെ അദ്ദേഹം ആശ്രമത്തിലേക്ക് ആകർഷിച്ചു. അങ്ങനെ തന്റെ ആശ്രമം വളർന്നു. അതോടൊപ്പം ദൈവവും വളർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്ന രഞ്ജിത തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് ഒരു സ്വാമിയുടെ ശിഷ്യയായി മാറാൻ പോവുകയാണ് എന്ന വാർത്ത പുറത്തു വരുന്നത്. തുടർന്ന് ആരാണ് രഞ്ജിതയുടെ ഗുരു എന്ന് അന്വേഷിച്ച് എല്ലാവരും നിത്യാനന്ദ സ്വാമിയെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെ അദ്ദേഹം മാധ്യമങ്ങളിലെ നിറസാന്നിധ്യമായി മാറി. വാർത്തകളിലൂടെയും വിവാദങ്ങളിലൂടെയും അദ്ദേഹം കുപ്രസിദ്ധനായി. ഇവയൊക്കെയായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്ന വിവാദങ്ങൾ. 2012 നടി രഞ്ജിതയും സ്വാമി നിത്യാനന്ദയുമായുള്ള ഒരു വീഡിയോ പുറത്തു വന്നതോടെ നിത്യാനന്ദ കൂടുതൽ കുപ്രസിദ്ധനായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേസുണ്ടാവുകയും സ്വാമിയുടെ മുൻ ഡ്രൈവറായിരുന്ന ലെനിൻ കറുപ്പനായിരുന്നു ആ വീഡിയോ ഒളിക്യാമറയിൽ പകർത്തിയത് എന്ന് അന്ന് വാർത്തകൾ വന്നിരുന്നു. തുടർന്ന് തങ്ങളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തതാണെന്ന് ആരോപിച്ച് സ്വാമിയും നടിയും രംഗത്തെത്തി. എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ ഈ വാദങ്ങൾ പൊളിഞ്ഞു. കോടതിയും കേസുമൊക്കെയായി മുന്നോട്ടു പോയെങ്കിലും സ്വാമിയുടെ ഭക്തർ വീണ്ടും ആശ്രമത്തിൽ സജീവമായി. ഇതിന് കാരണമായത് സംഭവത്തിൽ തന്റെ കൂടെ ഇടപെട്ടിരുന്ന നടി അദ്ദേഹത്തെ തള്ളിപ്പറയാതെ സംഭവത്തിന് ശേഷവും കൂടെ നിന്നു എന്നതായിരുന്നു. എന്നാൽ 2012 വീണ്ടും വിവാദങ്ങൾ തലപൊക്കി തുടങ്ങി. നിത്യാനന്ദയുടെ ശിഷ്യയായിരുന്ന ആരതി റാവു അയാൾക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തി. ആരതി പറഞ്ഞു താനാണ് ഈ ഒളിക്യാമറ വെച്ചത് എന്ന്. അതോടൊപ്പം കഴിഞ്ഞ 5 വർഷമായി നിത്യാനന്ദ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നും അവർ പറഞ്ഞു. ഈ സംഭവം വിവാദമാവുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തു. അന്വേഷണത്തിനൊടുവിൽ നിത്യാനന്ദയെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിന് മുന്നിൽ നിന്നും അദ്ദേഹം അപ്രത്യക്ഷനായി. പിന്നീട് 5 ദിവസങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരായി. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തു. എല്ലാ ആൾദൈവങ്ങളെയും പോലെ അദ്ദേഹവും തന്റെ പിടിപാട് ഉപയോഗിച്ച് ഈ കേസിൽ നിന്നും ഇറങ്ങി. എന്നാൽ തൊട്ട അടുത്ത വർഷം 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതേ ആരോപണങ്ങളുമായി അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തി. അതോടൊപ്പം തന്നെ അദ്ദേഹം നിരവധി കുട്ടികളെ ആശ്രമത്തിലെത്തിച്ച് ബാലവേല ചെയ്യിക്കുന്നു എന്ന തരത്തിലും കേസ് വന്നു. എന്നാൽ അതും തേഞ്ഞു മാഞ്ഞുപോയി. അതിനുശേഷമായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള ഒരു അച്ഛനും അമ്മയും സ്വാമിക്കെതിരെ രംഗത്തെത്തുന്നത്. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: താങ്കളുടെ 2 പെൺമക്കളെ സ്വാമി അനധികൃതമായി ആശ്രമത്തിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഹേബിയസ് കോർപ്പസ് പ്രകാരം എത്രയും പെട്ടെന്ന് അവരെ പുറത്തിറക്കാനുള്ള നടപടികൾ ചെയ്തു തരണമെന്നായിരുന്നു അവർ പറഞ്ഞത്. ഇത് വളരെയധികം വിഷയമാവുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. ആശ്രമത്തിൽ അന്വേഷിച്ചെത്തിയ പോലീസ് സ്വാമിയുടെ ശിഷ്യകളായിരുന്ന പ്രാണപ്രിയ, പ്രിയതത്വ എന്നീ 2 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. സ്വാമിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിന്റെ മുൻപിൽ നിന്നും സ്വാമി വീണ്ടും അപ്രത്യക്ഷനായി. ഇതിനു മുമ്പ് ഇദ്ദേഹം നടത്തിയ നിരവധി പ്രസംഗങ്ങൾ വളരെയധികം വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ.
അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു സംസ്കൃതം സംസാരിക്കുന്ന പശുവും കാളയും. പശുവിനെയും കാളയും കൊണ്ട് സംസ്കൃതം സംസാരിപ്പിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ താൻ കണ്ടുപിടിച്ചുവെന്നും ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം തെറ്റാണെന്നുമുള്ള വാദപ്രതിവാദങ്ങൾ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ വൈറൽ സാമിയാക്കി മാറ്റി. I'll develop a proper phonetic, linguistic, capable vocal cord for monkeys. We are going to have bulls and cows which will talk to you very clearly, legitimately in Sanskrit and Tamil. I am declaring after testing this software yesterday. Yesterday actually I casually tested this software. It was perfectly working. It was perfectly working. That is the reason I am claiming now. Understand? Let this be on record. Within a year, I'll establish this. Phonetic, linguistic, capable vocal cord for lions and tigers. It is going to be a large-scale, superconscious zoo laboratory. E equal to not MC square. Cannot be MC square. What is MC square? The difference between intensity and continuity. What is energy? What is matter? Matter is continuity. Energy is intensity. MC. What do you call as matter? Anything continue. What do you call as energy? Anything intense. The intensity and continuity is separate for a non-veg crooked brain which has seen only ups and downs. Only a vegetarian brain which can retain the experiences continuously without losing the intensity can understand M and C is not MC. It is MC. ഇവയ്ക്കൊക്കെ ശേഷമായിരുന്നു സ്വാമിക്കെതിരെയുള്ള കേസ് വരുന്നതും അദ്ദേഹം രാജ്യം വിടുന്നതും. അതിനുശേഷം സ്വാമിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത ഇതായിരുന്നു: അദ്ദേഹം സ്വന്തമായി ഒരു ഹിന്ദുത്വ രാജ്യം സൃഷ്ടിച്ചു എന്നത്. ലാറ്റിൻ അമേരിക്കയിലെ ഇക്വഡോറിന് സമീപമുള്ള ഒരു സ്വകാര്യ ദ്വീപാണ് സ്വാമി നിത്യാനന്ദ വിലയ്ക്ക് വാങ്ങി തന്റെ രാജ്യമാക്കി മാറ്റിയത്. കൈലാസ എന്നാണ് രാജ്യത്തിന്റെ പേര്. ലോകത്തിലെ ആദ്യ ഹിന്ദു രാജ്യമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ചുരുങ്ങിയ കാലയളവിൽ രൂപപ്പെട്ട ഈ രാജ്യത്തിന് സ്വന്തമായി ഒരു പതാകയുണ്ട്. കടും കാവി നിറത്തിലുള്ള ഈ പതാകയിൽ നിത്യാനന്ദയുടെ ചിത്രവും നന്ദിയുടെ ചിത്രവുമാണ് ഉള്ളത്. ധനകാര്യവും വിദ്യാഭ്യാസവും തുടങ്ങി സ്വന്തമായി വകുപ്പുകൾ പ്രഖ്യാപിച്ചു. രാജ്യത്തിനായി പ്രത്യേക പാസ്പോർട്ടുകൾ നിർമ്മിച്ചു. സ്ഥിര താമസക്കാർക്കും സന്ദർശകർക്കുമായി 2 തരത്തിലുള്ള പാസ്പോർട്ടുകളാണ് അവിടെയുള്ളത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്: ആർക്കും ഇവിടെ കടന്നുവന്ന് ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാം, ധ്യാനത്തെക്കുറിച്ച് പഠിക്കാം. 3-ാം കണ്ണ് എന്ന സങ്കല്പം യഥാർത്ഥമാണ്. അതെങ്ങനെയാണ് തുറക്കേണ്ടത് എന്നും താൻ ഇവിടെ പഠിപ്പിക്കും. അതോടെ നിർവ്വാണയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് ഇയാൾ അവകാശപ്പെടുന്നത്. തുടർന്ന് നിത്യാനന്ദ തന്റെ രാജ്യത്തേക്കുള്ള ഫണ്ട് രൂപീകരണം ആരംഭിച്ചു. അതിനായി ഒരു അഡ്രസ് നൽകി അതിൽ പണമിടാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തയാണ് ഹിന്ദുക്കൾക്കായി തന്റെ രാജ്യത്ത് റിസർവ് ബാങ്ക് ഓഫ് കൈലാസ സ്ഥാപിച്ചു എന്നത്. അതോടൊപ്പം തന്നെ ഗണേശ ചതുർത്ഥി ദിനത്തിൽ പുതിയ കറൻസി പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബാങ്ക് സ്ഥാപിച്ചുവെന്നും സാമ്പത്തിക നയങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. I have a great announcement on Ganesh Chaturthi. With the grace of Ganapati, we are going to be revealing all the absolute complete details of Reserve Bank of Kailasa and the currencies. The whole economy and economic policies, 300-page document. Ready? എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം സ്വാമി നിത്യാനന്ദ ഹംസ ഇപ്പോൾ വീണ്ടും തലമുക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ബലാത്സംഗ കുറ്റം അടക്കം ചുമത്തപ്പെട്ടിരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ 50-ലധികം തവണയാണ് കോടതിയിൽ ഹാജരാകാനുള്ളത്. ഇന്റർപോളിന്റെ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറത്തിറക്കിയിരിക്കുന്ന ഇദ്ദേഹമാണിപ്പോൾ തന്റെ ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഓർക്കേണ്ട ഒരു കാര്യമാണ്. നിരവധി നിരപരാധികൾ ഇപ്പോഴും ശിക്ഷിക്കപ്പെടുമ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള കുറ്റവാളികൾ സ്വന്തം ജീവിതം സുരക്ഷിതമാക്കി ഇപ്പോഴും മുൻപോട്ട് പോകുന്നു എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഐ ആം മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക.